നമ്മൾ ഇന്നത്തെ യാത്ര പുള്ളിക്കാനാണ്. നമ്മൾ നേരെ മൂലമറ്റം പോയി ഫുഡൊക്കെ കഴിച്ച് മൂലമറ്റം പുള്ളിക്കാനം പോയി പുള്ളിക്കാനത്തു നിന്ന് കാനാർ റോഡ് പിടിച്ചിട്ട് അങ്ങനെ തിരിച്ചു പോകും. ഇപ്പോൾ ടൈം 1:15 ഒരു 12 മണിക്കൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള വരവാണ്. കൊച്ചിയിൽ നിന്ന് 12 മണിക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ വന്നൂർ റൗണ്ടൊക്കെ അടിച്ചിട്ട് പോകാൻ പറ്റുന്ന ഒരു ചെറിയ റൈഡായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. സോ ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയെ കാണാം. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. എല്ലാവരും കണ്ടവരൊക്കെ ഓരോ കമൻറ്റും ഓരോ ലൈക്കും ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ കമൻറ്റിനും ലൈക്കിനൊക്കെ അനുസരിച്ചിട്ടാണ് വീഡിയോ കയറിപ്പോവുള്ളൂ. സോ എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ സുശീല ചേച്ചിൻ്റെ ഊണൊക്കെ കഴിച്ച് വാഗമണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മൂലമറ്റം കഴിഞ്ഞിട്ട് വാഗമൺ റൂട്ടിന് എൻ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കേട്ടോ. കാട് നമ്മൾ മാമലക്കണ്ടം റൂട്ടൊക്കെ പോകുന്ന മാതിരി കുറച്ച് ഏരിയ കാടും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഫുഡും കൊള്ളായിരുന്നു അല്ലേ? 130 രൂപക്ക് അത്യാവശ്യം ചെമ്മീൻ, ഇടിയിറച്ചി അല്ലെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് ചമ്മന്തിപ്പൊടികളും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടുള്ള നല്ലൊരു ഊണായിരുന്നു. എല്ലാവരും ഒന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ടേസ്റ്റും കുഴപ്പമില്ല. 130 രൂപയ്ക്ക് അത്യാവശ്യം നല്ല ഒരു 10-25-30 ഐറ്റം കറികൾ. നമ്മളങ്ങനെ പുള്ളിക്കാനം എത്താറായി. ഇവിടുത്തെ വ്യൂ ഒക്കെ അടിപൊളിയാണ് കേട്ടോ. നൈസാണ്. അത്യാവശ്യം നല്ല വളവും തിരിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. മൂലമറ്റം ഈ റൂട്ടിന് അധികം ആൾക്കാരങ്ങനെ വരില്ല. മറ്റേ വളവ് ആ ഒരു റൂട്ടാണ് എല്ലാവരും വരാറ്. കാനാർ പുള്ളിക്കാനം റൂട്ട്. ഇത് മൂലമറ്റം പുള്ളിക്കാനം റൂട്ടാണ്. ഞങ്ങളും ആദ്യമായിട്ടാണ്. അപ്പോൾ പുള്ളിക്കാനത്ത് എത്തിയിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണാം. നമ്മൾ പുള്ളിക്കാനം എത്തണേ ഉള്ളൂ കേട്ടോ. നേരത്തെ കാണിച്ച ആ ഒരു സ്ഥലത്തു നിന്നൊരു 1/2 കിലോമീറ്റർ കൊണ്ട് വന്നേ ഉള്ളൂ. അപ്പോഴേക്കുള്ള ക്ലൈമറ്റ് നോക്കിയാൽ ഫുൾ മൂടി. മേളിലൊക്കെ അത്യാവശ്യം വെളിച്ചമുണ്ട് കുറച്ച്. പക്ഷേ ഈ ഭാഗമൊക്കെ ഫുള്ള് കോട കവറാൻ പോവുകയാണ് കേട്ടോ. സ്ഥലമാണ് ഇപ്പൊ അതില്ലേ? എറണാകുളത്ത് നിന്ന് വരുമ്പോ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. അപ്പൊ അതങ്ങോട്ട് മാറി കിട്ടി. കിട്ടില്ല ക്ലൈമറ്റ്. ഇനി എന്തായാലും റെയിൻകോട്ട് ഇട്ടിട്ട് പോവാം. കാലാവസ്ഥ നോക്കിയാൽ നൈസായിട്ടോ. പുള്ളിക്കാനൊക്കെ ഏകദേശം എത്താനായിട്ടുള്ളൂ. അപ്പോഴേക്ക് കിട്ടില്ല ക്ലൈമറ്റ്. എല്ലാവരും മൺസൂണൊന്നും മിസ്സാക്കണ്ട. എല്ലാവരും വന്ന് അടിപൊളിയായിട്ട് നല്ല റൈഡ് അടിച്ചിട്ട് പോകാൻ പറ്റുന്ന ഒരു സാധനമാണ്. നമ്മളിപ്പോൾ ഉച്ചക്ക് ഇറങ്ങിയിട്ടാണ് ഈ പരിപാടിയൊക്കെ. സോ എല്ലാവരും വരിക, വന്ന് ആസ്വദിച്ചിട്ട് പോവുക. ഏതാ ക്ലൈമറ്റ്! നമ്മുടെ പുള്ളിക്കാനം വ്യൂ പോയിന്റ് ആണ് കേട്ടോ ഈ കാണുന്നത്. ഒന്നും കാണാനില്ല, വ്യൂ പോയിന്റിലൊന്നും കാണാനില്ല. പക്ഷെ ക്ലൈമറ്റ് ഒരു രക്ഷയില്ല. നല്ല ചാറ്റൽ മഴയും മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി. എന്തായാലും സെറ്റായി. ഇന്നത്തെ ഫുഡ് ഓക്കെ ആയപ്പോൾ തന്നെ പകുതി സെറ്റ്. ബാക്കി ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ പിന്നെ പറയും വേണ്ടല്ലോ. അടിപൊളി, ഒരു രക്ഷയില്ല. നല്ല കാറ്റും വീശുണ്ട്. സോ അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നപ്പോൾ കോട ഏകദേശം ഇങ്ങനെ ക്ലിയറായി വരുന്നുണ്ട് കേട്ടോ. നല്ലൊരു വ്യൂ പോയിൻ്റാണിത്. പുള്ളിക്കാനം വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഗൂഗിൾ മാപ്പിൽ കാണാം. കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പുള്ളിക്കാനം എത്തും. നമ്മളിന്ന് നേരെ അവിടെ നിന്ന് തിരിച്ച്
കാനാർ റൂട്ടിനാണ് പോകുന്നത്. അത് ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലമാണ്. സോ അടിപൊളിയായിട്ടോ, നല്ല കിടിലൻ ക്ലൈമറ്റ്. ഇതാണ് കേട്ടോ നമ്മുടെ എസ് വളവ്. അടിപൊളി ലൊക്കേഷനാണ്. നമുക്ക് നേരെ കാണുന്നത് കാണുന്നതാണ് ഇല്ലിക്കൽ കല്ലിൻ്റെ ഭാഗങ്ങൾ. നമ്മുടെ ചായക്കട അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ നമ്മളിപ്പോൾ ഉള്ളത് മലങ്കര ഡാമിൻ്റെ റിസർവോയറിലാണ്. കുടയത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് റോട്ടിൽ നിന്ന് ഒരു ഡൈവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു സ്ഥലത്ത് കേട്ടോ. അടിപൊളി സ്ഥലമാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ഇടുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.